ഹായ് എവ്രി വൺ. എൻ്റെ പേര് അനുശ്രീ. ഞാനൊരു വലിയ ഇൻഫ്ലുവൻസറോ യൂട്യൂബറോ ഒന്നുമല്ല. ഐ എം ജസ്റ്റ് ആൻ ഓർഡിനറി വർക്കിംഗ് വുമൺ ലിവിംഗ് ഇൻ കോഴിക്കോട്, കേരള, ഇന്ത്യ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. ആൻഡ് അതിനൊരു റീസണും ഉണ്ട്. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വൈറലായി പോയിക്കൊണ്ടിരിക്കുന്ന കോണ്ടന്റ് ആണ് പേളി മാണി വേഴ്സസ് ജോ സിബി മലയിൽ. ഐ എം വണ്ടറിംഗ് ഹൗ പീപ്പിൾ ആർ മാനിപ്പുലേറ്റിംഗ് എ സിംപ്ലി അണ്ടർസ്റ്റാൻഡബിൾ സ്റ്റേറ്റ്മെന്റ് ഇൻ ടു ദിസ്. First of all, I'm clarifying that I'm not supporting any of Pearly Mani's statements. I'm just trying to share the truth of her manipulated content. ബിക്കോസ് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ വളരെ ചുരുക്കം ആൾക്കാർ പറയുന്നത് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. അതും മുഴുവനായിട്ട് പറയുന്നുമില്ല. ബാക്കി 90% ആൾക്കാരും മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റ് ആണ് ഷെയറും പോസ്റ്റും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈവൻ ദ ഫേമസ് ന്യൂസ് ചാനൽസ്. എന്റെ വീഡിയോ മുഴുവൻ കാണുന്നതിന് മുന്നേ ദയവ് ചെയ്തിട്ട് ആരും എന്നെ കുറ്റപ്പെടുത്താനോ നെഗറ്റീവ് പറയാനോ വരരുത്. ഇനി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അറ്റ് ദി എൻഡ് നിങ്ങൾക്ക് കുറ്റബോധം വന്നേക്കാം. സോ ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. പേളി മാണി പ്രൊട്ടസ്റ്റില് അവരുടെ ഒപ്പീനിയൻ പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇടുന്നു, വിച്ച് വാസ് വെരി ഡിപ്ലോമാറ്റിക്. ആൻഡ് അത് ശരിയായിരുന്നു എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. ബട്ട് ദാറ്റ്സ് എ പേഴ്സണൽ ഒപ്പീനിയൻ. വി ആർ ലിവിംഗ് ഇൻ ഇന്ത്യ ആൻഡ് എവ്രി സിറ്റിസൺ ഓഫ് ഇന്ത്യ ഹാസ് എ റൈറ്റ് ടു ഷെയർ ദർ ഒപ്പീനിയൻ, അല്ലേ? സോ ദാറ്റ്സ് ഫൈൻ. അത് ആക്സെപ്റ്റ് ചെയ്യാൻ തോന്നുന്നവർക്ക് ചെയ്യാം, അല്ലാത്തവർക്ക് അത് അതിന്റെ വഴിക്ക് വിടേണ്ട കാര്യമുള്ളൂ. അത് പേളിമണി പറയും ചെയ്തു. നോ വൺ ഹാസ് ടു സപ്പോർട്ട് ഹർ. ഷീ ഈസ് ജസ്റ്റ് ഷെയറിംഗ് ഹർ തോട്ട്സ്. ആൻഡ് അവരുടെ ആ ഒരു ഒപ്പീനിയനെ ബ്ലെയിം ചെയ്യാൻ ഒരാൾക്കും റൈറ്റ് ഇല്ല. ആൻഡ് ദാറ്റ്സ് വാട്ട് ജോ സിബി മലയിൽ ഡിഡ്. അദ്ദേഹം പേളിമണിന്റെ പോസ്റ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് അവരെ ബ്ലെയിം ചെയ്തുകൊണ്ട് ഒരു 7 സ്ലൈഡുള്ള കറൂസൽ പോസ്റ്റ് ചെയ്യുന്നു. 10 സ്ലൈഡ്സ് അല്ല, 7 സ്ലൈഡ്സ്. അത് പേളിമാണിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഉടനെ അവര് ജോ സിബി മലയിലിന്റെ പോസ്റ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു പോസ്റ്റ് ഇടുന്നു. ആ പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ കംപ്ലീറ്റ് ആയിട്ട് പറയുന്നില്ല, ജസ്റ്റ് ദ സ്പെസിഫിക് സ്റ്റേറ്റ്മെന്റ് വിച്ച് ഇസ് ഗോയിങ് വൈറൽ. ദാറ്റ് ഈസ് എ ഫെയിൽഡ് ഫിൽം മേക്കർ നൗ റൈറ്റിംഗ് എ 10-page സ്ക്രിപ്റ്റ്. ഇവിടെ എ ഫെയിൽഡ് ഫിൽം മേക്കർ എന്ന് പേളിമാണി മെൻഷൻ ചെയ്യുന്നത് സിബി മലയിൽ സാറിനെ അല്ല, അദ്ദേഹത്തിന്റെ മകനായ മിസ്റ്റർ ജോ സിബി മലയിലിനെ ആണ്. ബിക്കോസ് ഹി റോട്ട് ദാറ്റ് 7 സ്ലൈഡ് കറോസൽ ബ്ലെയിമിംഗ് ഹർ. സിബി മലയിൽ സാറ് ഒന്നും തന്നെ പോസ്റ്റ് ചെയ്തിട്ടില്ല. ബേസിക് ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും അറിയുന്ന ആർക്കും മനസ്സിലാവുന്ന കാര്യമുള്ളത്. ബട്ട് പേളിമാണി ആ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ്, എ ഫെയിൽഡ് ഫിൽം മേക്കർ, അതിപ്പോ സിബി മലയിൽ സാറിനെ ആണെങ്കിലും അദ്ദേഹത്തിന്റെ മകനെ ആണെങ്കിലും ഏതൊരു സാധാരണക്കാരനെ ആണെങ്കിലും അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാൻ പേളിമാണിക്ക് ഒരു റൈറ്റും ഇല്ല. അത് ശരിയായിട്ടുള്ള കാര്യമല്ല. ഇവിടെ പേളിമാണിന്റെ ഒപ്പീനിയൻ ബ്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ജോ സിബി മലയിലിനും ഇല്ല. ഒരാളെ കുറിച്ചും അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാനുള്ള റൈറ്റ് പേളിമാണിക്കും ഇല്ല. ഈ കാര്യം ഒന്ന് ഷെയർ ചെയ്യണമെന്നും സത്യം മനസ്സിലാക്കിയ ആൾക്കാരെ കോണ്ടന്റ് ചെയ്യണമെന്നും എനിക്ക് തോന്നി. സോ ദാറ്റ്സ് വൈ ഐ എം ഷെയറിംഗ് ദിസ്. എത്ര പേര് എന്റെ ഈ വീഡിയോ കാണുമെന്ന് എനിക്കറിയില്ല, ബിക്കോസ് ഐ എം ഡൂയിങ് ഇറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം. ഇത് കാണുന്ന ചുരുക്കം ചിലർക്കെങ്കിലും ഇത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ഷെയർ. നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഏതൊരു കാര്യവും മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആൻഡ് അത് മനസ്സിലാക്കുന്നതിന് മുന്നേ ആരെയും കുറ്റപ്പെടുത്താനോ മാനിപ്പുലേറ്റ് ചെയ്യാനോ ശ്രമിക്കാതിരിക്കുക. നിങ്ങൾ ചെയ്യുന്ന ചെറിയ കാര്യം പോലും വേറൊരാളുടെ ലൈഫിനെ എഫക്ട് ചെയ്യാതെ നോക്കുക. ആൻഡ് ഐ ഓൾസോ വോണ്ട് ടു ഷെയർ മൈ കൺഗ്രാറ്റ്സ് ടു ഓൾ ദി പീപ്പിൾ ഹു പാർട്ടിസിപ്പേറ്റ് ഇൻ ദി പ്രൊട്ടസ്റ്റ്. കീപ് ഗോയിങ് വിത്ത് മോർ പവർ ആൻഡ് സ്ട്രെങ്ത്. വി ഹാവ് മച്ച് മോർ ടു അച്ചീവ്. സോ താങ്ക് യു ഓൾ. സ്റ്റേ സേഫ്. ബൈ.